വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ വലിയ പ്രതീക്ഷയുണ്ട് വ്യാവസായിക IT മേഖലയ്ക്ക്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ IT വ്യവസായ രംഗത്തിന് സഹായം എന്നുള്ളത് അറിയാനാണ് അവർ കാത്തിരിക്കുന്നത്. ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ ബജറ്റിൻ്റെ പണിപ്പുരയിലിരിക്കുമ്പോൾ IT പാർക്കുകളുടെ വികസനം, AI സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് വ്യാവസായിക IT മേഖലകൾ പ്രതീക്ഷിക്കുന്നത്? ആദ്യ ബജറ്റിൽ IT വ്യാവസായിക രംഗത്ത് പ്രഖ്യാപനങ്ങളല്ല, നടപ്പിലാക്കലുകളാണ് വേണ്ടത്. സമയബന്ധിതമായ നടപ്പിലാക്കലുകൾ. ഇക്കോസിസ്റ്റം, സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, GCC നയം, സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ നിരവധി മേഖലകളാണ് ബജറ്റിൽ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. AI സാങ്കേതിക വികസനത്തിനും സൈബർ സുരക്ഷയ്ക്കും വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് ആദ്യ പ്രാധാന്യത്തോടെ പരിഗണിക്കുമോ എന്നുള്ളതും അറിയണം. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് AI ടൗൺഷിപ്പാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ 300 ഏക്കറിലായി വികസിപ്പിക്കുന്ന AI എനേബിൾഡ് ടെക് സിറ്റി. കേരളത്തിന്റെ IT ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനങ്ങളിലൊന്ന്. 2 ലക്ഷത്തിനടുത്ത് നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് AI ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബജറ്റിൽ AI വികസനത്തിന് കൂടുതൽ ഇടം ആവശ്യമാണ്. ഇനി ഫിസിക്കൽ AIയുടെ കാലമാണ് വരാനായിട്ട് പോകുന്നത്. ബാക്കി ക്ലൈമറ്റ് ആക്ഷനൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നൊരു കാലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫ്യൂച്ചർ ടെക്നോളജീസ് മിഷൻ ഈ ഡിസ്ട്രപ്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഭാവിയിലേക്കുള്ളൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കൺസ്യൂമറായിട്ടുള്ള ഈ മാറ്റങ്ങളെല്ലാം കൺസ്യൂം ചെയ്യുന്നൊരു സൊസൈറ്റിയിൽ നിന്നും നമ്മളിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ഗ്ലോബലി പോകുന്നൊരു സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകേണ്ട പിന്തുണയാണ്. വനിതാ സംരംഭകർക്കുള്ള പ്രത്യേക പദ്ധതികളിൽ ഉൾപ്പെടെ സ്റ്റാർട്ടപ്പ് പ്രതീക്ഷയുമായി വരുന്നവർക്ക് കൂടുതൽ പിന്തുണ ബജറ്റിൽ ആവശ്യമാണ്. അടുത്തത് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായ സൈബർ സുരക്ഷ. സൈബർ സുരക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രത്യേക പദ്ധതികളാണ് പ്രധാനമായും ബജറ്റിൽ വേണ്ടത്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന മേഖലയാണ് വ്യാവസായിക മേഖല. പലപ്പോഴും ഈ മേഖലയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് സംസ്ഥാന ബജറ്റുകളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തവണ പ്രധാനമായും അറിയേണ്ടത് വ്യാവസായിക മേഖലകളിൽ ഇളവുകൾ ഉണ്ടാകുമോ, കൂടുതൽ വ്യവസായങ്ങൾക്കുള്ള പ്രാതിനിധ്യം ഉണ്ടാകുമോ, വ്യാവസായിക ഇടനാഴികൾ കൂടുതൽ ഭാഗമാകുമോ, പ്രതിസന്ധി നിലനിൽക്കുന്ന മേഖലയ്ക്ക് നികുതി ഇളവുകൾ ഉണ്ടാകുമോ, അങ്ങനെ ചോദ്യങ്ങളും ആവശ്യങ്ങളും നിരവധിയാണ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കായി കൂടുതൽ മൂലധനവും സബ്സിഡികളും ലഭ്യമാക്കാനുള്ള പ്രത്യേകം പദ്ധതികൾ ഉൾപ്പെടെ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നിരവധി കാര്യങ്ങൾ. ഇവിടെ കേരളം എന്ന് പറയുന്നത് വലിയ മെക്കാനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഹെവി ഇൻഡസ്ട്രീസോ ഒരു കൊമോഡിറ്റി ഇൻഡസ്ട്രീസോ വരാൻ സാധ്യതകൾ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം നമ്മൾ കാര്യത്തെ മുന്നോട്ട് നയിക്കാൻ എന്നുള്ള. ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ എഴുതി വെച്ച് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ വെച്ച് അത് പാഴാക്കി കളയരുത് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി സ്മാർട്ടർ ആയിട്ട് തിങ്ക് ചെയ്യുക. ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന കോയമ്പത്തൂർ കൊച്ചി വ്യാവസായിക ഇടനാഴി ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുകയാണ്. അതിലെന്തെങ്കിലും മാറ്റം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നും അറിയണം. ഒപ്പം പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ IT വ്യാവസായിക മേഖലയ്ക്ക് എന്തൊക്കെയായിരിക്കും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവുക? അത് ഒരു ആകാംക്ഷ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് മാൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.